എനിക്ക് ആ കാഴ്ചയെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ശരിക്ക് ഈ മഞ്ഞുമലകളുടെ സ്വർഗം, മഞ്ഞുമലകൾ തീർക്കുന്ന സ്വർഗം, അതിലേക്കാണ് ഈ ബോട്ട് പോകുന്നത്. ഒരു ഒറ്റക്കണ്ണൻ ഹിമക്കരടിയെ ഞാൻ ഒരു പർവ്വത ശിഖരത്തിൽ കണ്ടു. അതായത് ഒരു കണ്ണ് ഉണ്ട്, മറ്റേ സൈഡ് കണ്ണായിട്ടില്ല. മൂക്കിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഐസ് ഇങ്ങനെ പൊട്ടിയിട്ട് ഒരു മൂക്ക് പോലെ തോന്നും. ഇങ്ങനൊരു വായയുണ്ട്. നമ്മുടെ ടൈറ്റാനിക്കിനെ ആയിട്ട് കൂട്ടിയിടിച്ച് ടൈറ്റാനിക്കിനെ മുഖ്യ വീരൻ ഇവിടുന്ന് പോയ ഐസ്ബർഗാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് എനിക്ക് സ്വയം തോന്നുന്ന ചില മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിലൊന്നായിരുന്നു ഈ ഡിസ്കോ ബേയിൽ ആ ബോട്ടിന് മുകളിൽ കയ്യിൽ അവിടുത്തെ മഞ്ഞിട്ടിട്ടുള്ള, അവിടുത്തെ ഐസ് ഇട്ടിട്ടുള്ള വോഡ്കയും പിടിച്ചിട്ട് ഇങ്ങനെ അനന്തതയിലേക്ക് നോക്കിയിട്ടുള്ള ഒരു നിപ്പ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ഭാഗ്യവാനാണ്. സെസ്മി ഹോട്ടലിൽ നിന്ന് കപ്പലിൽ കയറി അന്ന് രാത്രി ഒരു 9 മണിയോട് കൂടിയിട്ടൊക്കെയാണ് കപ്പലിൽ കയറുന്നത്. 9 മണി എന്ന് പറഞ്ഞാലും നല്ല പകൽ തന്നെയാണ്, നല്ല വെളിച്ചമുണ്ട്. ഹൊറൈസണൊക്കെ ഒരു പിങ്ക് കളറിൽ ഇങ്ങനെ ഇരിക്കും. അത് നമ്മൾ ഈ ആർട്ടിക് പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന തരം ഒരു സന്ധ്യയാണ്. സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി തന്നെയാണ്, സമയം കൊണ്ട് രാത്രി തന്നെയാണ്. പക്ഷെ അപ്പോഴും സൺലൈറ്റ് ഇങ്ങനെ സ്കൈയിലുണ്ടാവും. രാത്രി കുറേ ചെല്ലുന്നവരെ സ്കൈ ഇങ്ങനെ ബ്രൈറ്റ് ആയിരിക്കും. അപ്പം ഷിപ്പിൽ നിന്നിട്ടുള്ള കുറേ വീഡിയോസും കടലിൻ്റെയും ഒക്കെ എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ എടുത്താലും മതിയാവാത്ത അത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അന്ന് രാത്രി അങ്ങനെ കടന്നുപോയി. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇലൂലിസാത്തിലേക്ക് എത്താൻ ഏതാണ്ട് ഉച്ചയോടെ അടുക്കും. അപ്പോൾ രാവിലെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ റെഡിയായി ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്തൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഷിപ്പ് കുറേ കൂടി ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു, ഒരു ഉൾക്കടലിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ മലകളൊക്കെ കപ്പലിനോട് വളരെ അടുത്ത്, 2 വശത്തും ഒരു കപ്പൽ ചാല് പോലെയുള്ള ഒരു സ്ഥലത്ത് കൂടെ കപ്പൽ പോകാൻ തുടങ്ങി. The minimum time on the line is at 6:13 p.m. It's all pleasant journey. Take your time. അപ്പോഴാണ് അനൗൺസ്മെന്റ് വരുന്നത്, ഒരു സ്ഥലത്ത് ഈ കപ്പൽ നിർത്തും. പക്ഷെ ഒരു ഗ്രാമമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതിലേക്ക് കപ്പൽ അടുക്കില്ല. അതുകൊണ്ട് കപ്പൽ ഈ കപ്പൽച്ചാലിൽ നിൽക്കും. ഇവർ ഫെറി എന്നാണ് പറയുന്നത്. ഫെറി ഇവിടെ നിൽക്കും. എന്നിട്ട് ഫെറിയിലുള്ള ഒരു ബോട്ട് ക്രെയിനിൽ താഴോട്ട് വെള്ളത്തിലേക്ക് ഇറക്കും. എന്നിട്ട് ആ ബോട്ടിലേക്ക് അവിടെ ഇറങ്ങാനുള്ള പാസഞ്ചേഴ്സിനെ ഈ ബോട്ടിലേക്ക് കയറ്റിയിട്ട് ഈ ബോട്ട് കപ്പലിനെ ചുറ്റിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവർക്ക് പോകേണ്ട സ്ഥലം. അപ്പോൾ നമ്മളെല്ലാവരും കപ്പലിൻ്റെ മറ്റേ സൈഡിലേക്ക് ഓടി. ഈ സ്റ്റേഷനിൽ യാത്രക്കാരെ ജെട്ടിയോട് അടുക്കില്ല, പോർട്ടിൽ അടുക്കില്ല. അപ്പോൾ ബോട്ട് ഇറക്കിയിട്ട് യാത്രക്കാരെ ആ ബോട്ടിൽ കരയിൽ കൊണ്ടെത്തിക്കും. അതിനുള്ള യാത്രയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവർ കയറിയ ബോട്ട് ഇങ്ങനെ കപ്പലിനെ ചുറ്റിയിട്ട് നേരെ പോവാണ്. അപ്പോൾ
സൈഡിൽ ഇങ്ങനെ മലനിരകളാണ്, വളരെ അടുത്ത് മലനിരകളാണ്. ഈ മലനിരകൾക്ക് ഇടയിൽ ഒരു ബ്രേക്ക്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കൂടെ ഉള്ളിലേക്ക്, മലകൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നിട്ട് ദൂരെ നമുക്ക് കാണാം, ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഉള്ളിൽ ഒരു ജെട്ടിയുണ്ട്, ബോട്ട് ജെട്ടിയുണ്ട്. അപ്പോൾ ഈ കപ്പലിൽ നിന്ന് കയറിയ യാത്രക്കാരെയും കൊണ്ട് ഈ ബോട്ട് ആ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്നത് നമുക്കിവിടെ നിന്ന് കാണാം. മനോഹരമായ കാഴ്ചയാണ്. ആ സ്ഥലം അതിമനോഹരമാണ്. അപ്പോൾ മലകളുടെ മീതെ ഒന്നും മഞ്ഞല്ല, ഇത് സമ്മറാണല്ലോ. അപ്പോൾ വിൻ്ററിൽ ഇവിടെ നിന്ന് പോയ ആളുകൾ സമ്മറിൽ തിരിച്ചിങ്ങോട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ ജോലിക്ക് വിദേശത്തോ അല്ലെങ്കിൽ ഡെൻമാർക്കിലോ നോർവേയിലോ മറ്റോ പോയ ആളുകൾ വെക്കേഷൻ ഇവിടുത്തെ സമ്മർ ടൈമിൽ അവിടുന്ന് ബന്ധുക്കളെ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പാരൻസിനെ വിസിറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരികയാണ്. അതൊരു ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഈ മലനിരകൾ ആ സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഉള്ളിലേക്ക് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ കടൽ വെള്ളം അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലുള്ള മലകളുടെ മീതെയൊക്കെ ചെറിയ തീപ്പെട്ടിക്കൂടുകൾ പോലെയുള്ള വീടുകളായിരിക്കാം, എന്തെങ്കിലും സ്ഥാനങ്ങളായിരിക്കാം, ഷെഡുകൾ പോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാം. ഉള്ളിലേക്കും ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും. ഈ ബോട്ടിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതിനകത്ത് അവിടെ വാഹനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അജ്ഞാതമായ ഏതോ ഒരു ഗ്രാമത്തിലേക്ക് ഒരു ബോട്ട് നിറയെ യാത്രക്കാരുമായിട്ട് ഈ കപ്പലിൽ നിന്ന് ആ ബോട്ട് പുറപ്പെട്ട് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത് ഞങ്ങൾ നോക്കി നിന്നു. ഈ ബോട്ട് തിരിച്ചു വന്നു. ബോട്ട് തിരിച്ചു വന്നിട്ട് ഈ ബോട്ടിനെ ക്രെയിനിൽ ബന്ധിപ്പിച്ച് കപ്പലിൻ്റെ മുകളിലേക്ക് പൊക്കിയെടുത്ത് കപ്പൽ അവിടുന്ന് വീണ്ടും പുറപ്പെട്ടു. അപ്പോൾ പോകുമ്പോൾ പിന്നെ കുറേ ദൂരം ഈ രണ്ട് സൈഡിലും മലകളും മലകളുടെ കാഴ്ചകളും മലകളുടെ മീതെ നിന്ന് പറക്കുന്ന പക്ഷികളും ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങളും തകരട്ടിന്നിൻ്റെ ഇങ്ങനെ ഷേപ്പിലുള്ള അതൊക്കെ അവരുടെ സ്റ്റോറേജുകളാണെന്നാണ് പറയുന്നത്. ഈ ഫിഷ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യും, വലിയ ചരക്ക് ബോട്ടുകളിൽ ഇലുലിസത്തിലേക്ക് വിടുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും പോയി. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഇലുലിസാത്താണ്.
ഇലൂലിസാത്ത് ഗ്രീൻലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇലൂലിസാത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇലൂലിസാത്ത് അധികവും ഈ ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വാൾബാർഡ്, നോർവേ, ഡെൻമാർക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ഗ്രീൻലാൻഡിലെ ന്യൂക്ക് വരെ പോകുള്ളൂ. ന്യൂക്കാണ് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയുള്ള സ്ഥലം ഇലൂലിസാത്താണ്. ഞങ്ങൾ കപ്പലിറങ്ങിയിട്ട് നേരെ പോകുന്നത് ഹോട്ടലിലേക്കല്ല. പിന്നെ ആ കാര്യത്തിലൊക്കെ പ്ലാനിങ് ഭയങ്കര സമയബന്ധിതമായിട്ട് പ്ലാൻ ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ്. അപ്പോൾ ഹോട്ടലിൽ നമ്മൾ പോകുന്നത് രാത്രി കിടന്നുറങ്ങാൻ മതിയല്ലോ. അപ്പോൾ അതിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച, അത് ഒരു ദിവസത്തിൽ അടുത്ത ദിവസം എന്തെങ്കിലും പ്രശ്നമായിട്ട് നടന്നില്ലെങ്കിൽ അത് ഭയങ്കര മിസ്സാവും എന്നുള്ളതുകൊണ്ട് ഇലൂലിസാത്തിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഡിസ്കോ ബേ എന്ന് പറയുന്ന സ്ഥലം കാണാനാണ്. ഡിസ്കോ ബേ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇലൂലിസാത്തിൻ്റെ ഈ തീരത്ത് നിന്ന് വേറൊരു ബോട്ടിൽ കയറി ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം. അത് ഈ വലിയ ഐസ്ബർഗുകൾ ഒഴുകി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ പേര് ഡിസ്കോ ബേ എന്നാണ്. ഡിസ്കോ ബേയുടെ തമാശയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഞങ്ങൾ ഒരു ഈ ഷിപ്പ് അടുക്കുന്ന സ്ഥലത്ത് നിന്നും ഹാർബറിൽ നിന്നും മാറി പിന്നെ ബോട്ടുകൾ അടുക്കുന്ന ഈ ഫിഷർമെൻസ് കോവ് എന്നൊക്കെ പറയാവുന്ന ഈ കടലിൽ മീൻ പിടിക്കുന്ന ആളുകളുടെ ബോട്ടുകളൊക്കെ അടുക്കുന്ന ഈ വിനോദസഞ്ചാരികളെ ഈ ഡിസ്കോ ബേയിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ടുകൾ അടുക്കുന്ന വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും 2 പേർക്ക് മാത്രം ഇരിക്കാവുന്ന സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഒരു 10-30 പേരടങ്ങുന്ന ഒരു സംഘമായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു വലിയ ബോട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ബോട്ടിലേക്ക് ഞങ്ങളെല്ലാവരും കയറി. നൈന എന്ന് പറയുന്ന ഒരു ഡെൻമാർക്ക് ഡച്ച് ലേഡിയാണ് നമ്മളുടെ ഗൈഡ്. ബോട്ടിലെ ജീവനക്കാർ ഒരു പുരുഷനും ഈ ക്യാപ്റ്റൻ അല്ലാത്ത ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ട്. അവർക്ക് പിന്നെ നമ്മളുടെ ഇംഗ്ലീഷൊന്നും അറിയില്ല. അവർക്ക് അവിടുത്തെ ഐസ്ലാൻഡിക്കും ഈ ഗ്രീൻലാൻഡിലെ ഭാഷയൊക്കെയാണ് അറിയുന്നത്. ബോട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീയൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു 3 ആണുങ്ങൾ ചെയ്യുന്ന ജോലിയാണ് അവരൊറ്റയ്ക്ക് ചെയ്യുന്നത്. വലിയ വടമൊക്കെ എടുത്ത് പൊക്കിയിടലും സാധനങ്ങൾ വലിക്കലും ബോട്ടിനെ പുഷ് ചെയ്ത് കരയിൽ നിന്ന് മാറ്റുന്ന പോലുള്ള ഹെഫ്റ്റി ആയിട്ടുള്ള ജോലികൾ ആണ് അവർ ചെയ്യുന്നത്. അവരുടെ ഹെയർ സ്റ്റൈല് ഭയങ്കര രസമാണ്. ഇതുവരെ കഴുത്തിനൊപ്പം ബോബ് ചെയ്ത പോലത്തെ മുടിയും, പക്ഷെ അതിൻ്റെ ഉള്ളിന്ന് ഒരു 4 വാല് പോലെ മുടി നല്ല നീളത്തിൽ മെടഞ്ഞിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ ഇനുയിറ്റ് വംശജരുടെ ഒരു പഴയ ഹെയർ സ്റ്റൈലിൻ്റെ പുതിയ ഭാഷ്യമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര അത്ഭുതം. ഇതിപ്പോൾ എന്താ മാത്രം ഫോട്ടോ എടുക്കാൻ മാത്രമുള്ളതെന്നുള്ളൊരു രീതിയിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് ഈ ഹാർബറിൽ നിന്ന് ഞങ്ങളുടെ ബോട്ട് പുറപ്പെടുകയാണ് ഡിസ്കോ ബേയിലേക്ക്. ഈ ഒഴുകി നടക്കുന്ന ഐസ്ബർഗുകളുടെ മീതെ കണ്ട ഒരു ഭയങ്കര കൗതുകകരമായ കാഴ്ച, നിറയെ പക്ഷികളുണ്ടായിരുന്നു ഈ ഐസ്ബർഗുകളുടെ മീതെ. അപ്പോൾ നമ്മൾ സാധാരണ പക്ഷികളല്ല, കാരണം ഈ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. അതും ഐസിൻ്റെ മീതെ ഇരുന്നിട്ടാണ് കൂളായിട്ട് അവരിതിനെ ഒഴുകി നടക്കുന്നത്. അത് ഐസ്ലാൻഡിക് ഗൾ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഈ കൊടും തണുപ്പിൽ ജീവിക്കുന്ന പക്ഷികളാണ്. അവർക്കത് താങ്ങാൻ പറ്റും. പക്ഷെ അതൊരു രസമുള്ള കാഴ്ചയാണ്. ഒരു ഒഴുകി നടക്കുന്ന ഒരു ഐസ്ബർഗിൻ്റെ മീതെ ഈ പക്ഷികളുടെ ഒരു വലിയ കൂട്ടം. ഇടയ്ക്ക് ഇവരെല്ലാവരും കൂടി എഴുന്നേറ്റ് പറക്കും. ഈ മീൻ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഞങ്ങൾ
ഈ മഞ്ഞുമലകളിലൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് വല്ല ഹിമക്കരടിനെയും പോളാർ ബെയറിനെ കാണാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു. പക്ഷെ ഒന്നിനെയും കണ്ടില്ല. അവർ ദൂര ഉൾപ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും. ഈ സഞ്ചാരികളും ആൾക്കാരൊക്കെ വരുന്ന സ്ഥലത്തേക്ക് അവർ വരാത്തതായിരിക്കും. എനിക്ക് ആ കാഴ്ചയെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ശരിക്ക് ഈ മഞ്ഞുമലകളുടെ സ്വർഗം, മഞ്ഞുമലകൾ തീർക്കുന്ന സ്വർഗം, അതിലേക്കാണ് ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ ഒരു 2 ദിവസത്തെ കപ്പൽ യാത്രയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മടുപ്പോടുകൂടി റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് പോരായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഫ്രഷായി. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. പക്ഷെ അവിടുത്തെ സമ്മറാണ്. അപ്പോൾ ഈ സമ്മറിൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ്ബർഗുകൾ ഈ ഗ്ലേഷ്യേഴ്സിന് ഒക്കെ അടർന്ന്, അതായത് 1 ലക്ഷവും 2 ലക്ഷവും 2.5 ലക്ഷവും ഒക്കെ വർഷം പഴക്കമുള്ള ഐസാണ്. ഐസിൻ്റെ മീത് ഐസ് വീണ് അതവിടെ കിടന്ന് എത്രയോ വർഷങ്ങളായി കിടന്ന് നമ്മളുടെ ഐസ് ക്യൂബ്സിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾസ് ഉണ്ട്. ഇവിടുത്തെ ഈ ഐസിൽ ഈ എയർ ബബിൾസ് ഉണ്ടാവില്ല. ഇതിൻ്റെ മീതെ വീണ് 100 1000 വർഷമല്ല, 1,00,000 വർഷം ഒക്കെ പഴക്കമുള്ള ഐസുകളാണ് ഈ സമ്മർ ആകുമ്പോൾ ഇതിന്ന് അടർന്ന് വേർപെട്ട് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ അടർന്ന് വേർപെട്ട് പിണങ്ങിപ്പോയ ഒരുത്തനാണ് നമ്മുടെ ടൈറ്റാനിക്കിനെ ആയിട്ട് കൂട്ടിയിടിച്ച് ടൈറ്റാനിക്കിന്റെ മുഖ്യ വീരൻ ഇവിടുന്ന് പോയ ഐസ്ബർഗാണ്. ഗ്രീൻലാൻഡിലെ ഇലുലിസത്തിലെ ഡിസ്കോ ബേയിലെ ഒഴുകി നടക്കുന്ന മഞ്ഞ് പാളികളാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അന്റാർട്ടിക്കയില് ഇത്ര അധികം കാണില്ല. ഇവരുടെ പ്രത്യേകത ഇതാണ്. അതിനുള്ളിലേക്ക് നമ്മളങ്ങോട്ട് കയറുമ്പോൾ ഒരു വിശാലമായ തടാകത്തിൽ ഇങ്ങനെ മഞ്ഞുമലകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു വിശാലമായ തടാകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മരം കോച്ചുന്ന മഞ്ഞുണ്ട്. ഇതിൻ്റെ മീതെ, ഈ ബോട്ടിൻ്റെ മീതെ 2 ബെഞ്ച് പുറംതിരിഞ്ഞിരിക്കുന്ന തരത്തിൽ 2 ബെഞ്ചുകളുണ്ട്. അതിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് കാണാം, വീഡിയോ എടുക്കാം. പിന്നെ ഈ ബോട്ടിലെ താഴെ ഇരിക്കാൻ സൗകര്യമുണ്ട്. അവിടെ നമുക്ക് ഹോട്ട് വാട്ടറും ടീ, കോഫി ഒക്കെ നമുക്ക് അവിടുന്ന് തരും, ഫ്രീ ആയിട്ട് തരും.
അപ്പോൾ ഡിസ്കോ ബേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഈ ഐസുകൾ നൃത്തം വെക്കുന്ന ഒരു സ്ഥലത്തിന് ഏതൊരു രസികനിട്ട പേരാണ് ഡിസ്കോ ബേ എന്നാണ്. പക്ഷെ അത് ഡിസ്കസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുണ്ടായ പേരാണ്. ഡിസ്കിൻ്റെ ഷേപ്പ്, ഒരു പരന്ന ഡിസ്കിൻ്റെ ഷേപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഗ്രീക്ക് വേർഡിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ഈ ലാൻഡ് മൊത്തം പരന്ന് ഫ്ലാറ്റായി ഒരു ഡിസ്കിൻ്റെ ഷേപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് ഡിസ്ക് ബേ എന്നുള്ളത് ഡിസ്കോ ബേ ആയതാണ്. പറഞ്ഞ് ഡിസ്കോ ബേ ആയതാണ്. അപ്പോൾ ഇവിടുത്തെ മഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ ഈ ഐസിന് നീല കളറാണ്. അവിടുത്തെ ഐസ് നമുക്ക് കാണുമ്പോൾ നീല കളറായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് ഈ എത്രയോ നൂറ്റാണ്ടുകളായി അടിഞ്ഞു കിടക്കുന്ന ഐസ്, ഇതിനിടയിൽ എയർ പാർട്ടിക്കിൾസൊക്കെ കുറയും. അപ്പോൾ ഈ സൂര്യൻ്റെ ലൈറ്റിനെ കടത്തി വിടില്ല, അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ബ്ലൂ കളറായിട്ട് കാണുന്നത്. ഇവിടെ എല്ലാം വൈറ്റാണ്, പക്ഷെ വെള്ള മഞ്ഞമലകളാണ് ഈ ആർട്ടിക്കിലുള്ള ഈ ഡിസ്കോ ബേയിലുള്ളത്. ഈ ഐസിൽ ചില ഫോർമേഷൻസ് ഉണ്ട്. റോമൻ പടയാളിയുടെ രൂപമുള്ള ചില ഐസിൻ്റെ, ഈ ഒഴുകുന്ന ഐസിൻ്റെ പർവ്വതത്തിൽ ഒരു ശിഖരമൊക്കെ ഒരു റോമൻ പടയാളിയുടെ മുഖം പോലെ ഉള്ളത്. ഞാൻ നമ്മുടെ റോഷോക്കാർഡ് ടെസ്റ്റുകളെക്കുറിച്ച് ഒക്കെ ഓർത്തു. ഈ സൈക്കാട്രിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനോനില എന്താണെന്ന് അറിയാൻ അവർ ഈ റോഷോക്കാർഡ്സ് എന്ന് പറഞ്ഞിട്ട്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല, റോഷോക്കാർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ ഇങ്ങനെ മഷി കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നിവർത്തി കഴിഞ്ഞാൽ ഈ മഷി ഇങ്ങനെ പടർന്ന പോലെയുള്ള ഒരു ഡിസൈനുകളുള്ള കാർഡുകളാണ്. അപ്പോൾ ആ കാർഡ് കാണിച്ചിട്ട് ഈ രോഗി എന്ന് സംശയിക്കുന്ന ആളോട് നിങ്ങളതിലെന്താ കാണുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ചിലർ പറയും വവ്വാലുകളുടെ കൂട്ടമാണെന്ന് പറയും, ചിലർ പറയും ഒരു ചെകുത്താനെ കാണുന്നുണ്ടെന്ന് പറയും, ചിലർ പറയും കരിമേഘങ്ങളാണ്, മഴ പെയ്യാൻ പോവുകയാണെന്ന് പറയും. ഇങ്ങനെ ഓരോ തരത്തിൽ ഇവരിതിന് പറയും. ആ പറയുന്ന മറുപടി വെച്ചിട്ട് ഇവർ ഇയാളുടെ മനോനിലയെ അപഗ്രഥിക്കും. അതിനാണ് ഈ റോഷോക്കാർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലനിരകൾ, ഈ മഞ്ഞുമലകൾ, ഒഴുകി നടക്കുന്ന മഞ്ഞുമലകൾ കാണുമ്പോൾ എനിക്ക് ആ റോഷോക്കാർഡ് ടെസ്റ്റിന് പോലെ തോന്നും. നമുക്ക് ഈ മഞ്ഞുമലകളിൽ പല രൂപങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിലാവും. എനിക്കതിൽ റോമൻ പടയാളികളുടെ മുഖവും ഒരു ഒറ്റക്കണ്ണൻ ഹിമക്കരടിയെ ഞാൻ ഒരു പർവ്വത ശിഖരത്തിൽ കണ്ടു. അതായത് ഒരു കണ്ണ് ഉണ്ട്, മറ്റേ സൈഡ് കണ്ണായിട്ടില്ല. മൂക്കിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ഐസ് ഇങ്ങനെ പൊട്ടിയിട്ട് ഒരു മൂക്ക് പോലെ തോന്നും. ഇങ്ങനൊരു വായയുണ്ട്. ഈ വായയുടെ ഉള്ളിലും ഈ കണ്ണിൻ്റെ പൊസിഷനിലുള്ള ആ പാളിയുടെ ഉള്ളിലൊക്കെ ഒരു ബ്ലൂ കളറ് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും ഒരു ഹിമക്കരടി, ഒരു ഒറ്റക്കണ്ണൻ ഹിമക്കരടി ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ വായ തുറന്നിരിക്കുന്ന പോലെ തോന്നുന്നു. അതിൻ്റെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് ആ മഞ്ഞുമലയുടെ. അങ്ങനെ പലതരം രൂപങ്ങൾ നമുക്ക് ഈ മഞ്ഞുമലകളിൽ കണ്ടെത്താൻ പറ്റും. പിന്നെ ഏറ്റവും അത് ഭയങ്കര ഹ്യൂജായിട്ടുള്ള പർവ്വത രൂപത്തിലുള്ള
മഞ്ഞുമലകളുണ്ട്. അതുപോലെ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന ചെറിയ ചെറിയ പീസുകൾ, ചെറിയ പീസാണെന്ന് നമുക്ക് മേലെ കാണുമ്പോൾ തോന്നും. അതെനിക്ക് വേണം മെൽറ്റ് ചെയ്തിട്ട് മുകളിലത്തെ മെൽറ്റ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ അടിയിലേക്ക് നല്ല വലുപ്പത്തിൽ അതിന് ഐസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒഴുകി നടക്കുന്ന കുഞ്ഞു കുഞ്ഞ് മഞ്ഞ് കഷ്ണങ്ങൾ, മഞ്ഞ് കല്ലുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, പണ്ട് UAE-യിലേക്ക്, ദുബായിലേക്ക് അന്റാർട്ടിക്കയിൽ നിന്ന് വലിയൊരു ഐസ്ബർഗിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ആലോചിച്ചു 2017. വലിയ ഐസ്ബർഗ്. അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശുദ്ധജലത്തിൻ്റെ പ്രശ്നം, ഒരു വലിയ ഐസ്ബർഗ് കിട്ടിയ കുറേ കാലത്തേക്കുള്ള ശുദ്ധജലത്തിൻ്റെ പ്രശ്നം തീരും എന്നുള്ളതായിരുന്നു അതിൻ്റെ ഐഡിയ. അവരതിനുവേണ്ടി കുറേ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പെൻസ് നോക്കിയപ്പോൾ ഇപ്പോൾ വെള്ളം ശുചീകരിക്കുന്നതാണ് ലാഭകരമെന്ന് കണ്ടിട്ട് ആ പ്രോജക്റ്റ് നടന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മളുടെ 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിലെ വലിയ ബാറിലെ മുതലാളിമാർ വേറൊരു ഐഡിയ കിട്ടി അവർക്ക്. അവർ ആർട്ടിക്കിൽ നിന്ന് ഐസ് സേഫാക്കി മെൽറ്റാവാതെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ സ്പിരിറ്റിൽ, മദ്യത്തിൽ, വിസ്കിയിൽ, ഇതിലൊക്കെ ഇടാൻ ആർട്ടിക് ഐസ് കൊടുക്കാൻ തുടങ്ങി. ഈ ആർട്ടിക് ഐസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ടേസ്റ്റ് ഇല്ല. അപ്പം ഈ സ്പിരിറ്റിൻ്റെ ആക്ച്വൽ ടേസ്റ്റിന്, മറ്റു നമ്മൾ ഏത് ഐസ് ക്യൂബ് ഇട്ടാലും ആ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച വെള്ളത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ട് അതുകൊണ്ടാണ് നീറ്റായിട്ട് കഴിക്കണം, നല്ല ടേസ്റ്റ്, ആൽക്കഹോളിൻ്റെ ടേസ്റ്റ് ശരിക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഐസ് ഇടുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റ് അതിനെ സ്വാധീനിക്കും. പക്ഷേ ഈ ആർട്ടിക്കിൽ നിന്ന് കൊണ്ടുവരുന്ന ഐസിന് അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതവിടെ കൊണ്ടുവരലൊക്കെ വലിയ ജോലിയാണ്, അലിയാതെ അവിടെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് അവരൊരു പെക്കിന് അത്രയും ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ടാവും. വലിയ പൈസക്കാർ കാശെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾക്ക് ഓരോ കൗതുകങ്ങളാണ് ആർട്ടിക്കിൽ ഐസ് ഇട്ടിട്ട് ഡ്രിങ്ക് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഇവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങി. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും ഒരു ഡ്രിങ്കൊക്കെ, ഈ ഐസ് ഇട്ടിട്ടുള്ള ഡ്രിങ്കൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് നൈന അത് ഓഫർ ചെയ്തു. അപ്പോൾ നൈന വരുമ്പോൾ അവിടുത്തെ ഗ്രീൻലൻഡിൻ്റെ സ്പെഷ്യൽ വോഡ്ക കുറേ ബോട്ടിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബോട്ടിലുകൾ ഈ ഡിസ്കോ ബേയിൽ അവർ വലിയ ഒരു തോട്ടിയുടെ അറ്റത്തൊരു വല പിടിപ്പിച്ചിട്ടുള്ളൊരു ഇതുണ്ട്. അതിൽ ഈ ഡിസ്കോ ബേയിൽ നിന്ന് ഒഴുകി നടക്കുന്ന ചില മഞ്ഞ് കുരുന്നുകളെ വല വീശി പിടിച്ചെടുത്ത് അത് നമ്മുടെ മുമ്പിൽ വെച്ചൊരു വലിയ ഒരു ട്രേയിൽ വെച്ചിട്ട് അത് കുത്തി പൊട്ടിച്ച് ആ പൊട്ടിച്ച ഐസ് കഷ്ണങ്ങൾ ഇട്ടിട്ട് ഉള്ള വോഡ്ക. ഈ വോഡ്കയിൽ നിറയെ ഇത് ചെറിയ പീസുകൾ ഇട്ട് നിറച്ച് ആ വോഡ്ക ഈ ഡിസ്കോ ബേയിൽ കൊടും തണുപ്പത്ത് ആ ഡിസ്കോ ബേയിലെ ഐസ് ഇട്ടിട്ടുള്ള വോഡ്ക സിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റൊമാൻറ്റിക്കാണ്. ഞാൻ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. പക്ഷെ ആ സിറ്റുവേഷൻ, ആ സ്ഥലം, ആ സമയം, അത് കഴിക്കുന്ന രീതി, അത് ഭയങ്കര റൊമാൻറ്റിക്കാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സ്വപ്നതുല്യമായ ഒരു സ്ഥലത്ത് ഒരു സിപ്പ് കഴിച്ചില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം അവിടെ ഡിസ്കോ ബേയിൽ ഞങ്ങൾക്ക് ഉണ്ടായി. Now we're making ice cubes for the drinks. ഞങ്ങളുടെ ഗൈഡിനെ കുറിച്ച് ഹിന്ദിയിൽ പണ്ടൊരു പാട്ടുണ്ടായിട്ടുണ്ട്.
നൈന എന്ന് പറയുന്ന ഗൈഡ്, അവള് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഈ സ്ഥലത്തിനോടുള്ള സ്നേഹം, ഡിസ്കോ ബേയോടുള്ള പ്രണയം മൂത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ഗൈഡായിട്ട് വർക്ക് ചെയ്തതാണ്. പുള്ളിക്കാർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഗൈഡായി വർക്ക് ചെയ്യാൻ ഇവിടെ വന്നതാണ്. പക്ഷേ ഇത് അവരുടെ ലാസ്റ്റ് ട്രിപ്പാണ്. ഞങ്ങളോടൊപ്പമുള്ളത് നൈനയുടെ ലാസ്റ്റ് ട്രിപ്പാണ്. അവർ ഡെൻമാർക്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി കിട്ടി. അവരിത് ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം തിരിച്ച് ഡെൻമാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ പറയും, നിങ്ങളെൻ്റെ അവസാന ഗസ്റ്റുകളാണ്, ഗ്രീൻലാൻഡിലെ എൻ്റെ അവസാനത്തെ ഗസ്റ്റുകളെന്നാണ് ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഭാവി ജീവിതത്തിനൊക്കെ ഞങ്ങൾ ചേസ് പറഞ്ഞു. അങ്ങനെ ഈ ഡിസ്കോ ബേയിലൂടെയുള്ള യാത്ര അതെങ്ങനെയാണ്, നിങ്ങൾക്ക് കുറേ വിഷ്വലുകൾ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് തണുപ്പ് അനുഭവിക്കില്ലല്ലോ. നിങ്ങൾക്ക് ആ തണുപ്പും കൂടി വേണം. ആ തണുപ്പും ആ കാലാവസ്ഥയിൽ നിങ്ങളിത് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു അനുഭവം, ഞാൻ വലിയ ഭാഗ്യവാനായ ഒരാളാണെന്നൊന്നും സ്വയം വിശ്വസിച്ചിട്ടില്ല. ഞാൻ കിട്ടിയതെല്ലാം വളരെ കഷ്ടപ്പെട്ട് നല്ല പണിയെടുത്ത് നല്ല ബുദ്ധിമുട്ടിയിട്ടൊക്കെ കിട്ടിയതാണ് എനിക്കുള്ളതെല്ലാം. അല്ലാണ്ടൊന്നും ഈസി ആയിട്ട് ആരും എനിക്കൊന്നും തന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും വളരെ എളുപ്പത്തിലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് എനിക്ക് സ്വയം തോന്നുന്ന ചില മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിലൊന്നായിരുന്നു ഈ ഡിസ്കോ ബേയിൽ ആ ബോട്ടിന് മുകളിൽ കയ്യിൽ അവിടുത്തെ മഞ്ഞിട്ടിട്ടുള്ള, അവിടുത്തെ ഐസ് ഇട്ടിട്ടുള്ള വോഡ്കയും പിടിച്ചിട്ട് ഇങ്ങനെ അനന്തതയിലേക്ക് നോക്കിയിട്ടുള്ള ഒരു നിപ്പ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ഭാഗ്യവാനാണ്. അങ്ങനെ ആ ഡിസ്കോ ബേയിലൂടെയുള്ള യാത്രാ വീഡിയോകൾ, ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് കരയിലേക്ക് വരുമ്പോൾ ഇവിടെ ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇവിടെ ഫിഷർമെനുണ്ട്. അവർ മത്സ്യം പിടിക്കാൻ വേണ്ടിയിട്ട് താഴെ ഈ ബോട്ടുകളിൽ പോകും. പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യത്തിന് അത് ഭയങ്കര രസമുള്ള സാധനം. എൻ്റെ ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ സ്ക്വയർ ടൈപ്പ് ഫ്ലോട്ടിംഗ് ബോക്സ് പോലെ, അത് ഓപ്പണാണ്. മേലെ പിടിച്ച മീനുകളൊക്കെ അതിലിങ്ങനെ തരംതിരിച്ചിട്ടിട്ട് ഈ ബോട്ട് ഇതൊരു ചെയിൻ പോലെ വെച്ചിട്ട് ഇതിനെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച ഭയങ്കര രസമാണ്. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ഒരു വാക്കിംഗ് ടൂറിനാണ്. വാക്കിംഗ് ടൂറ് അവിടുത്തെ ഒരു ഫിഷർമെൻ, അവർക്ക് മാത്രമുള്ള അവിടുത്തെ ഈ ഐസ് ഫാക്ടറി, ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫിഷ് പാക്ക് ചെയ്യുന്ന ഫാക്ടറി, ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് ഈ മത്സ്യം അവരുടെ ഒരു പ്രധാന സമ്പത്താണല്ലോ, അത് ലോഡ് കയറ്റി കൊണ്ടുപോകുന്ന ബോട്ടുകൾ എടുക്കുന്ന ചെറിയ ചെറിയ ഹാർബർ ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ ഈ വലിയ ബോക്സുകളിൽ ഈ ഐസും ഫിഷും ഒക്കെ, ഫിഷ് നിറച്ചത് ഐസൊക്കെ ഇട്ടിട്ട് പാക്കിങ്ങിന് വേണ്ടിയിട്ട് അകത്തേക്ക് ഈ ഫോർക്ക് ലിഫ്റ്റ് പോലെയുള്ള സാധനം കൊണ്ട് ഒരു വണ്ടി ഓടിച്ചിട്ടൊരു പ്രായമുള്ള ഒരാൾ ഇതിനെ ലിഫ്റ്റ് ചെയ്യും, അത് അകത്തേക്ക് കൊണ്ടുപോകുന്നതും, ഇത് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മൂടി ഒരാൾ നിന്നിട്ട് മാറ്റുന്നതൊക്കെ കണ്ടു.
ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നും. അവിടെ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലേ നമുക്ക് ഒരു 4 അടി നടക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് കിതക്കുകയും ക്ഷീണിക്കുകയും ചെയ്യും. ഇതിന് തണുപ്പും ഈ ഇതിലുള്ള ചിലപ്പോൾ ഓക്സിജൻ്റെ കുറവൊക്കെ ആയിരിക്കാം കാരണം. ഇത് സമ്മറാണ്. അപ്പോൾ വിൻ്ററിലെ സ്ഥിതി എന്തായിരിക്കും? ഈ സമ്മർ ആയതുകൊണ്ടാണ് ഈ ഡിസ്കോ ബേയിൽ ഇത്രയധികം ഐസ്ബർഗുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഈ സമ്മറിൽ ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ഈ മൗണ്ടനിൽ ഉള്ള പിടി വിടുകയും അത് ഇങ്ങനെ അടർന്ന് അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് പിടിച്ച് കിടക്കുന്ന ഈ ഐസിൻ്റെ അടിഭാഗം ഉരുകി മലയുമായി പാറകളുമായിട്ടുള്ള പിടുത്തം വിട്ടിട്ട് ഇങ്ങനെ ഉരുസി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് ഈ ഐസ്ബർഗുകൾ. അപ്പോൾ ആ ചൂടുള്ള കാലമാണിത്. അപ്പോൾ അവിടുത്തെ വിൻ്റർ എന്തായിരിക്കും? ആ വിൻ്ററിൽ ഇതേ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഓരോ ആളുകളെയും പ്രകൃതി ഓരോ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീനുകളിൽ അവർക്ക് വേണ്ട പ്രത്യേക ശാരീരിക പ്രത്യേകതകളും നൽകുന്നുണ്ടാവും. നമ്മളെപ്പോലെ ഒരു ഉഷ്ണമേഖല രാജ്യത്തുനിന്ന് പോകുന്ന ആളുകൾക്ക് അത് ചിന്തിക്കാനേ പറ്റില്ല.